ആഗോള അനിശ്ചിതത്വത്തിന്റെ സാഹചര്യത്തിൽ ഭാരതത്തിനും യൂറോപ്പിനും സഹകരണത്തിനുള്ള നിരവധി സാധ്യതകളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഭാഗമാകാൻ തയ്യാറെന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ പറഞ്ഞു. പ്രതിരോധ രംഗത്ത് ഭാരതവുമായി സഹകരണം തുടരുമെന്ന് യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയനും അറിയിച്ചു. യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മൂന്ന് നേതാക്കളും. ലോകം മുഴുവനും അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ ഊർജ്ജ സുരക്ഷയും പരിസ്ഥിതി വിഷയങ്ങളും വൻ വെല്ലുവിളികൾ നേരിടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യാരംഗത്ത് കിടമത്സരങ്ങൾ വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭാരതത്തിനും യൂറോപ്പിനും മികച്ച രീതിയിൽ സഹകരിക്കാൻ നിരവധി സാധ്യതകളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്വീഡനിൽ യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. ആജ് വിശ്വ में जहां अनिश्चितता है, सप्लाई चेन्स दबाव में है, टेक्नोलॉजी में कंपटीशन बढ़ रहा है, ऊर्जा सुरक्षा और क्लाइमेट एक्शन दोनों को चुनौती दी जा रही है. ऐसे समय में भारत और यूरोप मिलकर स्टेबिलिटी, सस्टेनेबिलिटी और शेयर्ड प्रॉस्पेरिटी के मजबूत स्तंभ बन सकते हैं. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാർ ഭാരതവുമായുള്ള സഹകരണത്തിന്റെ തുടക്കം മാത്രമെന്ന് സ്വീഡൻ പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ പറഞ്ഞു. 2047 ലക്ഷ്യമാക്കിയുള്ള ഭാരതത്തിന്റെ മുന്നേറ്റത്തിൽ പങ്കാളികളാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Prime Minister Modi, I know the year 2047 holds a special meaning in India since it marks the 100-year anniversary of the birth of the Republic. And you have laid out a clear vision for this occasion. Viksit Bharat. Sweden and the entire European Union will be India's partners on this journey all the way to 2047 and beyond. Thank you so much. സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ യൂറോപ്പ് വാണിജ്യത്തിൽ മാത്രമല്ല സുരക്ഷ, പ്രതിരോധ രംഗത്തെ സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ധാരണയെന്നും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയനും പറഞ്ഞു. With the first EU-India security and defense dialogue in New Delhi, we continue to deepen the cooperation, particularly on maritime security, where we will hold joint EU-India naval exercises. We will also work together in countering cyber threats, protecting our critical infrastructure, and by generally increasing our information sharing. Our cooperation can help bring stability to an unstable world and provide security to our citizens. സമുദ്ര സുരക്ഷാ രംഗങ്ങളിൽ പ്രത്യേക ഊന്നൽ നൽകിയ പ്രവർത്തനങ്ങൾ യൂറോപ്യൻ യൂണിയനും ഭാരതവും സഹകരിച്ച് നടപ്പിലാക്കുന്നതായും യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ മൂന്ന് നേതാക്കളും വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ സ്വീഡൻ സന്ദർശന വേളയിലെ നിർണായക ഇടപെടലായിരുന്നു യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രി സമ്മേളനത്തിലെ അഭിസംബോധന. ന്യൂസ് ഡെസ്ക്, ജനം.